സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മീൻ പൊള്ളിച്ചതാണ്. ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ? വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മീൻ പൊള്ളിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. 1 കിലോ മീനാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തല മാറ്റി ബാക്കിയുള്ള ഭാഗമാണ് പൊള്ളിക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. തൊലിയെല്ലാം കളഞ്ഞ് ക്ലീനാക്കി നല്ലവണ്ണം വരഞ്ഞെടുത്തിട്ടുണ്ട്. മീൻ ഇതുപോലെ ആഴത്തിൽ വേണം വരഞ്ഞെടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ നമ്മൾ തേക്കുന്ന മസാലയെല്ലാം മീനിലേക്ക് പിടിച്ച് നല്ല ടേസ്റ്റോടു കൂടി കിട്ടത്തുള്ളൂ. ആദ്യമായി മീനിൽ കുറച്ച് മസാല തേച്ച് പിടിപ്പിക്കണം. അതിനായി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടിയുടെ എല്ലാം നടുവശം ഒന്ന് കുഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം ഒട്ടും തന്നെ ചേർക്കാതെ വിനാഗിരി കൊണ്ടാണ് പൊടി കുഴച്ചെടുക്കുന്നത്. ഈ പൊടി കൈകൊണ്ട് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കാം. ആവശ്യമെങ്കിൽ കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. കുഴച്ച് വെച്ചിരിക്കുന്ന ഈ മസാല മീനിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കണം. വരഞ്ഞിരിക്കുന്ന ഭാഗങ്ങളിലെല്ലാം നല്ലപോലെ മസാല എത്തുന്നത് പോലെ തേച്ച് കൊടുക്കണം. ഏറ്റവും കുറഞ്ഞത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം മീനെ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ 2.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മീൻ പൊള്ളിച്ചെടുക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതുകൊണ്ട് ഓയിൽ കുറച്ചൊഴിച്ചു കൊടുത്താൽ മതി. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. മീൻ പാനിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് മീനെ കൈകൊണ്ടൊന്ന് അമർത്തി കൊടുക്കാം. മീനിൻ്റെ 2 വശവും വെന്ത് ഒന്ന് കളർ മാറി ഫ്രൈ ആയി തുടങ്ങുമ്പോൾ ഇത് എണ്ണയിൽ നിന്നും മാറ്റി കൊടുക്കാം. ഒരു വശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് പൊടിഞ്ഞു പോകാതെ ശ്രദ്ധിച്ച് തിരിച്ചിട്ട് കൊടുക്കാം. മീൻ സാധാരണ നമ്മൾ ഫ്രൈ ചെയ്യുന്ന പോലെ എടുക്കണ്ട. ഈ രീതിയിൽ ഒന്ന് ഫ്രൈ ആക്കി കിട്ടിയാൽ മതി. ഇതുപോലെ തന്നെ മറ്റേ വശവും ഫ്രൈ ആക്കി എടുക്കാം. അടിവശവും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. മീൻ ഫ്രൈ ചെയ്ത അതേ പാനിലേക്ക് തന്നെ 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു മീഡിയം സൈസ് സവാള നീളത്തിൽ കട്ടി കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ 6 അല്ലി വെളുത്തുള്ളിയും 2 ഇഞ്ച് നീളമുള്ള ഇഞ്ചി കഷ്ണങ്ങളാക്കിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് വഴന്ന് കിട്ടുന്നിടം വരെ ഇളക്കി കൊടുക്കാം. ഇതെല്ലാം മിക്സിയിലൊന്ന് അരച്ചെടുക്കേണ്ടത് കൊണ്ട് സവാള മൂപ്പിച്ചെടുക്കണ്ട, വഴന്ന് കിട്ടിയാൽ മതി. സവാള ഇതുപോലെ ഒന്ന് കളർ മാറി വന്നു കഴിയുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കുക. പൊടികളുടെ പച്ചമണം മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു പഴുത്ത തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളിയെല്ലാം വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്ത് എല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സാക്കി എടുക്കാം. തണുത്തതിന് ശേഷം ഈ കൂട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഈ കൂട്ട് വെള്ളത്തിന് പകരം തേങ്ങാപ്പാൽ ചേർത്താണ് അരച്ചെടുക്കുന്നത്. അതിനായി 2 ടീസ്പൂൺ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. സവാള നല്ല ഫൈനായിട്ട് അരയ്ക്കാതെ കുറച്ച് തരിയോടുകൂടി വേണം അരച്ചെടുക്കാനായിട്ട്. ഈ രീതിയിൽ വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് വാട്ടിയ വാഴയില വെച്ച് കൊടുക്കാം. വാഴയില കീറിപ്പോകാതിരിക്കാനായിട്ട് നടുഭാഗത്തെ ഒരു കഷ്ണം കൂടി ഇല വെച്ച് കൊടുക്കാം. മിക്സിയുടെ ജാറിൽ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടിൽ നിന്നും പകുതി ഇലയിലേക്ക് വെച്ച് കൊടുക്കാം. മസാലയിലേക്ക് മീൻ വെക്കാൻ പറ്റുന്ന രീതിയിലൊന്ന് പരത്തി കൊടുക്കാം.
ഇതിൻ്റെ പുറത്തെ 1 ടീസ്പൂൺ കുറുകിയ തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങാപ്പാലിൽ മീൻ വെന്ത് വരുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഈ മീൻ പൊള്ളിച്ചത് കഴിക്കാനായിട്ട്. ഈ മസാലയുടെ പുറത്തേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീനെ വെച്ച് കൊടുക്കാം. ബാക്കി വന്ന പകുതി മസാല മീനിൻ്റെ എല്ലാ ഭാഗത്തും പുരട്ടി കൊടുക്കാം. മീനിൻ്റെ എല്ലാ വശത്തും എത്തുന്നത് പോലെ മസാല തേച്ച് പിടിപ്പിക്കണം. മീനിൻ്റെ വയറ്റിലുമെല്ലാം കുറച്ച് മസാല തേച്ച് കൊടുക്കണം. മസാലയെല്ലാം നല്ലവണ്ണം തേച്ച് കൊടുത്ത ശേഷം 1 ടീസ്പൂൺ കുറുകിയ തേങ്ങാപ്പാലും ഇതിൻ്റെ പുറത്തെ ഒഴിച്ചു കൊടുക്കണം. മീനിൻ്റെ മസാലയൊന്നും പുറത്ത് പോകാത്ത രീതിയിൽ ഈ മീനിന് ഫുള്ളും ഇല കൊണ്ടൊന്ന് പൊതിഞ്ഞെടുക്കാം. ഇല അഴിഞ്ഞു പോകാതിരിക്കാൻ വഴുനാര് കൊണ്ടൊന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. മീൻ പൊള്ളിച്ചെടുക്കാനായിട്ട് ഒരു പഴയ തവ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ പാനിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ചൂടായ പാനിലേക്ക് വാഴയിലയിൽ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന മീൻ വെച്ച് കൊടുക്കാം. മീൻ മസാലയിലെല്ലാം ഒന്ന് പൊതിഞ്ഞ് വെന്ത് വരുന്നതിനായിട്ട് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് ആകുമ്പോൾ അടപ്പ് മാറ്റി മീൻ പൊടിഞ്ഞു പോകാതെ തിരിച്ചിട്ട് കൊടുക്കാം. മറു സൈഡ് ഒന്ന് വെന്ത് കിട്ടുന്നതിന് 3-4 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. 4 മിനിറ്റിന് ശേഷം മീൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ചരടെല്ലാം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം മീനൊന്ന് തുറന്ന് നോക്കാം. വാഴയില മാറ്റി കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. മീൻ ഫ്രൈ ആയതിൻ്റെയും മസാലയുടെയും തേങ്ങാപ്പാലിൻ്റെയും എല്ലാം കൂടി ചേർന്ന് ഒരു കൊതിപ്പിക്കുന്ന സ്മെല്ലാണുള്ളത്. മീൻ പൊള്ളിച്ചെടുക്കുന്ന ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ.